ഹലോ സ്റ്റുഡൻസ്, തൽക്കാലത്തേക്ക് നമ്മൾ മറന്നുപോയെങ്കിലും നമ്മളുടെ ഉദ്ദേശം മറക്കരുത്. നമ്മൾ യൂറിസോൺസ് ലെമ്മയുടെ നെസസറി പാർട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. സ്പേസ് നോർമലാണ് എന്ന് തന്നാൽ ഏത് രണ്ട് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് തന്നാലും ഒരു ക്ലോസ്ഡ് സെറ്റിൽ വാല്യൂ 0യും മറ്റേ ക്ലോസ്ഡ് സെറ്റിൽ വാല്യൂ 1ഉം ആവുന്ന കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് നമ്മളുടെ ഈ പാർട്ടിലെ ഉദ്ദേശം. പക്ഷെ തൽക്കാലത്തേക്ക് അത് നമ്മൾ മറക്കുന്നു. കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ക്ലോസ്ഡ് സെറ്റ്സിനെയൊക്കെ പരിഗണിക്കുന്നതിന് മുമ്പ് നമ്മളൊരു അങ്ങനെ ആക്കാൻ പോവാണ്. ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സിലാണ്. അതിനാണ് ലെമ്മ 1ൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ പോയാൽ ശരിയാകും എന്ന് വിചാരിച്ച് അതിന്റെ കോൺവേഴ്സ് എടുത്തു ലെമ്മ 2 പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ടോപ്പോളജിക്കൽ സ്പേസും ടി എലമെന്റ് ഓഫ് ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 പ്രോപ്പർട്ടി ഉള്ള ഒരു ഫാമിലിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ക്ലോസ്ഡ് സെറ്റ്സ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരിടത്ത് 0യും ഒരിടത്ത് 1ഉം തരുന്ന കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ക്ലോസ്ഡ് സെറ്റിനെയൊക്കെ വിട്ടത് നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനിലേക്ക് വരികയാണ്. അപ്പൊ ഈ ഫാമിലി ഉപയോഗിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പച്ചമഷിക്ക് എഴുതിയിരിക്കുന്ന ഇൻഫീമം ടി എലമെന്റ് ഓഫ് ക്യൂ എക്സ് എലമെന്റ് ഓഫ് എഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. അപ്പോൾ എഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ 0, 1 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്ത് നിർത്തിയത്. ഈ എഫ് എവിടെ നിന്നുള്ള ഫംഗ്ഷനാ? എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയപ്പം എക്സ് എലമെന്റ് ഓഫ് എക്സ് ദ ടോപ്പോളജിക്കൽ സ്പേസ്. എങ്ങോട്ടുള്ള ഫംഗ്ഷനാ? ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1ലാണ് വാല്യൂ. കുറച്ചുകൂടെ ജനറൽ ആയിട്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു 0, 1 എന്ന് നമുക്ക് പറയാം. ആ ഫംഗ്ഷനെ പറ്റി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയ കാര്യം ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ടോപ്പോളജിക്കൽ സ്പേസ് എക്സും ടി എലമെന്റ് ഓഫ് ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടീഷൻസ് 1 to 4 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാമിലിയും തന്നാൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ആ എഫ് ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ടേക്കിംഗ് വാല്യൂസ് ബിറ്റ്വീൻ 0 and 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിലെ എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ 0, 1. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ ടേക്കിംഗ് വാല്യൂസ് ഇൻ 0, 1 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. എഫ് ഫ്രം എക്സ് ടു ആർ ലെമ്മ 2ലെ കണ്ടീഷൻസ് മനസ്സിലുണ്ടാവണം. എഫ് ഫ്രം എക്സ് ടു ആർ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. ഫംഗ്ഷൻ എഫ് മുമ്പ് പറഞ്ഞ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിമം ജി എക്സ് തന്നെ കിട്ടും. എഫ് ഫ്രം എക്സ് ടു ആർ കണ്ടിന്യൂസ്. എക്സ് ടു ആർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആയാൽ മതി. ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണ് എന്ന് കാണിച്ചാൽ മതി. അപ്പൊ എവിടുത്തെ ഓപ്പൺ സെറ്റ്സാ? ഇൻവേഴ്സ് ഇമേജസ് ഓഫ്. ഇൻവേഴ്സ് ഇമേജ് എടുക്കണമെങ്കിൽ ഓപ്പൺ സെറ്റ് എവിടെ നിന്ന് എടുക്കണം? ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ. ഇൻ ആർ ഓപ്പൺ ഇൻ അത് തിരിച്ചെങ്ങോട്ട് വരും? എക്സിലേക്ക് വരും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓപ്പൺ സെറ്റ്സിന് പകരം ബേസ് എലമെന്റ്സ് എടുത്തിട്ട് ആണ് ഓപ്പൺ സെറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പൊ ബേസ് എലമെന്റ്സിന്റെ ഇൻവേഴ്സ് ഇമേജസ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ബേസ് ഉണ്ടാകുന്നത് സബ് ബേസിൽ നിന്നാണ്. നമുക്ക് റിയൽ ലൈൻ ആറിന്റെ ഒരു സബ് ബേസ് അറിയാം. സബ് ബേസ് അത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒക്കെ കണ്ടതാണ്. ഫോർ ആർ ഇന്റർവൽസ് ഓഫ് ദ ഫോം -∞ a b ∞. ഈ തരത്തിലുള്ള ഇന്റർവൽസ് ആണ് റിയൽ ലൈൻ ആറിന്റെ ഒരു സബ് ബേസ്. ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആ ബേസ് ഇത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ക്ലോസ് ഓപ്പൺ ഇന്റർവൽ എ ബി ഫോമിലുള്ള ഇന്റർവൽസ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇത് സബ് ബേസ് ആണ് എന്നൊക്കെ പറയാമെന്ന് നേരത്തെ പഠിച്ചതാണ്. ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് മതി, ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ബേസ് എലമെന്റ്സ് മതി, അല്ലെ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് സബ് ബേസ് എലമെന്റ്സ് മതി. So we prove that inverse images of sub-base elements of R are open in the topological space X. അപ്പോൾ ഇതാണ് നമ്മളുടെ ഉദ്ദേശം. -∞ എയുടെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് -∞ എ ഓപ്പൺ ഇൻ എക്സ്. ഇതാണ് കിട്ടേണ്ടത്. എഫ് ഇൻവേഴ്സ് ഓഫ് -∞. എഫ് ഇൻവേഴ്സ് ഓഫ് -∞ എ കിട്ടണമെങ്കിൽ എന്നാ വേണം? എഫ് ഓഫ് എക്സ് എവിടെ വരണം?
മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എയിൽ ആകുന്നത്. അതിൽ ഈ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എഫ് എക്സ് പറയേണ്ട കാര്യമില്ല. എഫ് എക്സ് ലെസ് ദാൻ എ എന്നുള്ളത് മറ്റേത് അങ്ങേയറ്റാണല്ലോ, എഫ് എക്സ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ. പുറകിൽ പോകാവുന്നത്രയും വരെ പോകാം, മൈനസ് ഇൻഫിനിറ്റി വരെ പോകാം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞാൽ മതി. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് എക്സ് ലെസ് ദാൻ എ. സിമിലർലി എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഇൻഫിനിറ്റി, ബി ഇൻഫിനിറ്റിയിലാവുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഇൻഫിനിറ്റി, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ബിക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്ക് ഉണ്ടാവണം. ബി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് വരണം. അല്ലെ ബി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് കിട്ടിയാൽ മതി. ദിസ് ഇസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഗ്രേറ്റർ ദാൻ ബി ഹൗ മച്ച് അപ് ടു ഇൻഫിനിറ്റി, എത്ര വേണേലും വലുതാകാം. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി, എന്ത് മാത്രം വേണേലും വലുതാകാം. അപ്പോൾ ഈ ഭാഗം പറയേണ്ട കാര്യമില്ല, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി. സോ we have to prove that inverse images of sub-base elements like this are open. ഓപ്പൺ സെറ്റ്സിന്റെ ഇൻവേഴ്സ് ഇമേജ് അല്ലെ ബേസ് എലമെന്റ്സിന്റെ ഇൻവേഴ്സ് ഇമേജ്, അതോ അല്ലെങ്കിൽ സബ് ബേസ് എലമെന്റ്സിന്റെ ഇൻവേഴ്സ് ഇമേജസ് ഓപ്പൺ ആണെന്ന് കിട്ടിയ ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ഇവിടെ നമ്മൾ സബ് ബേസ് എലമെന്റ്സിന്റെ ഇൻവേഴ്സ് ഇമേജസ്. അപ്പോൾ സബ് ബേസ് എലമെന്റ്സ് മൈനസ് ഇൻഫിനിറ്റി എ ഫോമിലോ ബി ഇൻഫിനിറ്റി ഫോമിലോ ഉള്ള ഓപ്പൺ ഇന്റർവൽസ് ആണ്, അതിന്റെ ഇൻവേഴ്സ് ഇമേജസ് ആണ് ഈ സെറ്റും പോലെയുള്ള സെറ്റുകൾ. അതിൽ എയും ബി എന്നുള്ള നമ്പേഴ്സിന് പ്രാധാന്യമൊന്നും ഇല്ല, അത് മാറി മാറി കൊടുക്കാവുന്നതാണ്. സോ വി ഡിഫൈൻ ടു സെറ്റ്സ് എച്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എ എന്നല്ല എസ് എന്നാണ് ഇവിടെ വിളിക്കുക. എസും ടിയും ഒക്കെ അല്ലേ ഇവിടെ റിയൽ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ് എന്നെടുക്കാം. ഇതിന് പകരമാണ് എ ഈക്വൽ ടു എസ് എന്ന് കൊടുത്ത് ഇവിടെ എഴുതിയതാണ്. അതുപോലെ മറ്റേതിനെ k equal to set of all x element of x such that f of x greater than s എന്ന് തന്നെ എഴുതുന്നതിലും കുഴപ്പമൊന്നുമില്ല, of x greater than s. If we can prove h and k, അതാരാ ഇതിന് രണ്ടും തുല്യമാണ്, ഇൻവേഴ്സ് ഇമേജസ് ഓഫ് സബ് ബേസ് എലമെന്റ്സ് ആണ്. If hk open then f is continuous. അതുകൊണ്ട് എച്ചും കെയും ഓപ്പൺ ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മളുടെ ഉദ്ദേശം. സോ ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് എച്ച് ഈസ് ഓപ്പൺ. എച്ച് ഓപ്പൺ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഫാമിലി എഫ് ടി ആണ് കയ്യിലുള്ളത്. അത് വെച്ചാണ് നമ്മൾ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാമിലി എഫ് ടി ഉപയോഗിച്ച് നമുക്ക് എച്ച് ഓപ്പൺ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് സം എഫ് ടീസ്. ഏത് എഫ് ടീസ് ആയിരിക്കും നോക്കാം. യൂണിയൻ ഓഫ് എഫ് ടി സച്ച് ദാറ്റ് ടി എലമെന്റ് ഓഫ് ക്യൂ ടി ലെസ് ദാൻ എസ്, റാഷണൽ നമ്പേഴ്സ് വിത്ത് ടി ലെസ് ദാൻ എസ്, അങ്ങനെയുള്ള എഫ് ടികളുടെ യൂണിയൻ ആണ് എച്ച് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഇത് എ ഈക്വൽ ടു ബി, രണ്ട് സെറ്റുകൾ ഈക്വൽ ആണ് എന്ന് പറയുന്ന രീതിയാണ്. അതിന് എ സബ്സെറ്റ് ഓഫ് ബി എന്നും ബി സബ്സെറ്റ് ഓഫ് എ എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. First we prove that H is a subset of this union. Then we prove that this union is a subset of H. അതൊക്കെ നമ്മളുടെ മനസ്സിലിരുന്നാൽ മതി. നമ്മൾ അത് വിചാരിച്ച് ആദ്യത്തെ സെറ്റിൽ നിന്ന് പോയിന്റ് എടുക്കുന്നു. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എച്ച്, എക്സ് എച്ചിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് എക്സ് എവിടെ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല. എക്സ് എലമെന്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എച്ചിന്റെ ഡെഫിനിഷൻ ഇതാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? x element of h. h is equal to set of all x element of x such that fx less than s. x hലാണെങ്കിൽ fx less than s എന്നുള്ള കണ്ടീഷൻ ഉറപ്പായിട്ടും പാലിക്കപ്പെടുന്നുണ്ട്. fx less than s by definition of h. hന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇത് നമുക്ക് ഉണ്ട്. That implies f of x എന്താ? f of x equal to infimum gx എന്നാണ് നമ്മളുടെ ഡെഫിനിഷൻ. ജി എക്സ് നമ്മൾ ഈ പാർട്ടിൽ ആദ്യമായിട്ട് ജി എക്സ് ഡിഫൈൻ ചെയ്തില്ലേ. അപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു ഇൻഫീമം ജി എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് എക്സ് ലെസ് ദാൻ എസ് ആണെങ്കിൽ ഇൻഫീമം ജി എക്സ് ലെസ് ദാൻ ഇൻഫീമം, ഇപ്പൊ തൽക്കാലം അങ്ങനെ എഴുതിയാൽ മതി, ഇൻഫീമം ജി എക്സ് ലെസ് ദാൻ എസ് ആസ് എഫ് എക്സ് ഈക്വൽ ടു ഇൻഫീമം ജി എക്സ്. ആൻഡ് വാട്ട് ഈസ് ജി എക്സ്? ജി എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ്
T element of Q such that X element of FT. XFTയിലാകുന്ന റാഷണൽ ടികളുടെ ഇൻഫീമോ ആണ് എഫ് ഓഫ് എക്സ്. അതിലെ ഇൻഫീമോ ഒഴിവാക്കി ബാക്കി ഭാഗത്തിനാണ് നമ്മൾ ജി എക്സ് എന്ന് പേര് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇൻഫീമം ജി എക്സ് ആണ് ഇപ്പോൾ എസിനേക്കാളും താഴെയാകും എന്ന് പറഞ്ഞിരിക്കുന്നത്. ജി എക്സ് എന്ന് പറയുന്ന ഈ കളക്ഷനിലാണ്. ഇൻഫീമം ജി എക്സ് എസിൽ താഴെയാകും എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കുറെ പേര് ഈ സെറ്റിന്റെ ഇൻഫീമം എസിലും താഴെയാണ്. അപ്പൊ ഈ സെറ്റിൽ ആരോ ഇതിനേക്കാളും താഴെയുണ്ട്, അതുകൊണ്ടല്ലേ ഇംപ്ലൈസ് ദെയർ എക്സസ്. ഈ സെറ്റ് ഏതാ? ഈ സെറ്റിന്റെ ഇൻഫീമം എസിനേക്കാളും താഴെയാണ്. ഈ സെറ്റിൽ ആരോ ഉണ്ട്, ടി എന്ന് വിളിക്കാം. ദെയർ എക്സസ് ടി എലമെന്റ് ഓഫ് ജി എക്സ് സച്ച് ദാറ്റ് ടി ലെസ് ദാൻ എസ്. കാരണം എന്നാ? സിൻസ് ജി എക്സ് ഈക്വൽ ടു set of all t element of Q such that x element of ft. That implies t element of gx എന്ന് പറഞ്ഞാൽ x element of ft ആണ്. gxൽ ഒരു t ഉണ്ടാവണമെങ്കിൽ x element of ft ആണ്. implies x element of ft and t less than s. x element of ft and t less than s. That implies x ftയിലുണ്ട്, t less than s ആണ്. t less than s ആയിട്ടുള്ള ftകളുടെ യൂണിയൻ ആണ് h. ഏതോ ഒരു ftയിൽ x ഉണ്ട്, ആ t less than s ആണ്. ഇങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ അവരുടെ യൂണിയൻ ആണ് h എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ one such ft from which we take the union for forming h. അതാണ് അതുപോലത്തെ ഒരു ftയിലാണ് ഇപ്പൊ എക്സിനെ കാണുന്നത്. സോ എക്സ് എലമെന്റ് ഓഫ് ഇങ്ങനത്തെ ഒരു ftയിലുണ്ട്, പർട്ടിക്കുലർ ft സച്ച് ദാറ്റ് ടി എലമെന്റ് ഓഫ് എസ് വിത്ത് ടി എലമെന്റ് ഓഫ് ക്യൂ റാഷണൽ നമ്പേഴ്സ് ആണ് പരിഗണിച്ചിരിക്കുക. ഇങ്ങനത്തെ എക്സ് എലമെന്റ് ഓഫ് ഇങ്ങനത്തെ ഒരു ftയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ തന്നെ യൂണിയനിലും ഉണ്ട്. എക്സ് എലമെന്റ് ഓഫ് യൂണിയൻ ft സച്ച് ദാറ്റ് ടി ലെസ് ദാൻ എസ് ടി എലമെന്റ് ഓഫ് ക്യൂ. ഇതാണ് റൈറ്റ് സൈഡിലെ സെറ്റ്. ഇപ്പൊ എക്സ് എച്ചിലുണ്ടെങ്കിൽ എക്സ് റൈറ്റ് സൈഡിലെ സെറ്റിലുണ്ട് എന്നായി. അതുപോലെ എക്സ് യൂണിയനിലുണ്ടെങ്കിൽ എക്സ് എച്ചിലുണ്ട് എന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ യൂണിയനിൽ നിന്ന് എടുക്കുകയാണ് ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് യൂണിയൻ എഫ് ടി സച്ച് ദാറ്റ് ടി എലമെന്റ് ഓഫ് ക്യൂ ടി ലെസ് ദാൻ എസ്. യൂണിയനിലുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് അതിനാൽ അർത്ഥം. ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് എഫ് ടി ഫോർ സം ടി പിന്നെന്താ പ്രത്യേകത? ടി എലമെന്റ് ഓഫ് ക്യൂ ടി ലെസ് ദാൻ എസ്. ദാറ്റ് ഇംപ്ലൈസ് അതിൻ്റെ അർത്ഥം എന്താ? എക്സ് എഫ് ടിയിലാണെങ്കിൽ എഫ് എക്സ് ലെസ് ദാൻ ടി എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് എഫ് ടിയിലാണെങ്കിൽ എഫ് എക്സ് ഈസ് ലെസ് ദാൻ ടി, ടി എലമെന്റ് ഓഫ് ക്യൂ ടി ലെസ് ദാൻ എസ്. എഫ് എക്സ് ലെസ് ദാൻ ടി, ടി ലെസ് ദാൻ എസ്. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ടി ലെസ് ദാൻ എസ്. എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എസ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ് ആയിട്ടുള്ള എക്സുകളുടെ കളക്ഷനാണ് എച്ച്. ബൈ ഡെഫിനേഷൻ എഫ് എക്സ് ലെസ് ദാൻ എസ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. എഫ് എക്സ് എച്ചിലുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. സോ ദ ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് എക്സ് ഈസ് എ എഫ് എക്സ് ലെസ് ദാൻ എസ്. എക്സ് ഈസ് എ മെമ്പർ ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ്. എക്സ് ഈസ് എ മെമ്പർ ഓഫ് എച്ച്. എക്സ് എലമെന്റ് ഓഫ് എച്ച്. അപ്പോൾ എക്സ് റൈറ്റ് സൈഡിലെ സെറ്റിൽ നിന്ന് എടുത്ത എക്സ് എച്ചിലുണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് എഫ് ടി സച്ച് ദാറ്റ് ടി എലമെന്റ് ഓഫ് ക്യൂ ടി ലെസ് ദാൻ എസ്. എഫ് ടികളെല്ലാം ഓപ്പൺ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ സെറ്റുകളുടെ ആർബിട്രറി യൂണിയനും ഓപ്പൺ ആണ്. ആൻഡ് സോ എച്ച് ഈസ് ഓപ്പൺ. Therefore എച്ച് ആസ് ദ യൂണിയൻ ഓഫ് എഫ് ടീസ്. എച്ച് ഓപ്പൺ എന്നായി. എച്ച് ഓപ്പൺ എക്സ് എലമെന്റ് ഓഫ് എച്ച്, എക്സ് എലമെന്റ് ഓഫ് യൂണിയൻ, എക്സ് എലമെന്റ് ഓഫ് യൂണിയൻ, എക്സ് എലമെന്റ് ഓഫ് എച്ച്. എച്ച് ഈസ് ഈക്വൽ ടു ദിസ്. സോ ദിസ് ഈസ് ഓപ്പൺ. As each ft is open and arbitrary union of open sets is open. അങ്ങനെ H ഓപ്പൺ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പ്രോസസ് അപ്ലൈ ചെയ്താണ് നമ്മൾ കെയും ഓപ്പൺ ആണ് എന്ന് പ്രൂവ് ചെയ്യുക. കെ
ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് സെറ്റ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ്, അത് ഓപ്പൺ ആണെന്ന് ഇതുപോലെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക്